ചരിത്രപരമായ ഒരു നിമിഷത്തിലേക്കാണ് എത്താൻ പോകുന്നത്. ശനിയാഴ്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ പേരിലും ആ സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റണമെന്നുള്ള സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തിലും അത് മാറ്റാൻ കഴിയില്ല എന്ന വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിലും ഹൈക്കോടതി ആ സിനിമ കാണാൻ പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രമുഖ ചലച്ചിത്ര നിരൂപകനായ, ഇപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ NP സജീഷ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: പര്യായ പദം പോലും പ്രശ്നമാവുമ്പോൾ ചലച്ചിത്ര ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് സജീഷ് രണ്ട് ചിത്രങ്ങൾ, ഒരു പഴയകാല സിനിമയുടെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സീത എന്ന പേരിൽ ഒരു മലയാള സിനിമ പ്രദർശനത്തിനെത്തിയിരുന്നു. സർട്ടിഫിക്കറ്റ് പടമായിരുന്നു. രണ്ട് പുരുഷന്മാരുമായി ബന്ധമുള്ള സീതയുടെ കഥയായിരുന്നു. ഏറെക്കാലം മുമ്പല്ല, 1980-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 1980 ഡിസംബർ 19-ന്. പ്രശസ്ത എഴുത്തുകാരൻ M. മുകുന്ദന്റെ കഥയാണ് അത്. കണ്ണൂർ പിലാത്തറ സ്വദേശി PP ഗോവിന്ദൻ എന്ന പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദധാരിയായിരുന്നു സംവിധായകൻ. മധു അമ്പാട്ടിന്റെ ക്യാമറ, ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ ടീമിന്റെ ഗാനങ്ങൾ, സുകുമാരൻ, അംബിക എന്നിവർ മുഖ്യവേഷങ്ങളിൽ. ഇന്നാണെങ്കിൽ സീതയ്ക്ക് സുരേന്ദ്രനെയും സുരേഷിനെയും ഒരേ സമയം മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുമായിരുന്നോ എന്നാണ് സീത എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ NP സജീഷ്, പ്രമുഖ നിരൂപകൻ, ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം.